بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട അമൂല്യ സമ്പത്താണ് സമയം എന്നുള്ളത്. മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുന്നുണ്ട്, അദറക്തു അഖ്വാമൻ കാനു അലാ ഔഖാതിഹിം അശദ്ദു മിൻകും ഹിർസ അലാ ദറാഹിമിക്കും വദനാനിറക്കും. ഞാനൊരു വിഭാഗം ആളുകൾ അഥവാ സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ദീനാറിനോടും ദിർഹമിനോടുമുള്ളതിനേക്കാളും താല്പര്യം അവർക്ക് അവരുടെ സമയത്തിൻ്റെ കാര്യത്തിലായിരുന്നു എന്ന് മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുകയാണ്. കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളും സമയങ്ങളും നന്മകൾക്കുള്ള അവസരങ്ങളും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇതുവരെ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും വർഷങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യൻ്റെ മനസ്സ് തിന്മയിലേക്കാണ് എപ്പോഴും ചായുന്നത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ. തീർച്ചയായും ശരീരം, മനസ്സ് എന്നൊക്കെ പറയുന്നത് അത് മോശത്തിനെയാണ് കൽപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചാൽ ഹൃദയം മലിനമാകുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ. ഒരു മുഅ്മിൻ ഒരു തെറ്റ് ചെയ്താൽ കാനത്ത് നുക്തത്തുൻ സൗദാ ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴുമെന്നാണ്. ഫൈൻ താബ വനസഅ വസ്തഗ്ഫറ സഖല മിൻഹ. അവൻ തൗബ ചെയ്യുകയും അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നതാണ്, അത് മായ്ച്ചു കളയുന്നതാണ്. എന്നാൽ വൈന സാദത്ത് ഹത്താ യുഗല്ലിഫ ബിഹാ ഖൽബുഹു. എന്നാൽ തെറ്റുകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഖൽബ് മലിനമാകുന്നതാണ്. ഫദാലിക റാനുല്ലദീ ദക്കറല്ലാഹു ഫീ കിതാബിഹി. ഈ ഒരു കറയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിൽ കറ ബാധിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് ഈ ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. പരലോകത്തെത്തുമ്പോൾ കറകളില്ലാത്ത മനസ്സ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ അതുമാത്രമാണ് ഉപകരിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അന്നേ ദിവസം അവനിക്ക് അവൻ്റെ സമ്പത്തോ അവൻ്റെ മക്കളോ അവനിക്ക് ഉപകാരപ്പെടില്ല. ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. അവനിക്ക് ഉപകാരപ്പെടുന്നത് നല്ല ഹൃദയമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. മലിനമായ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കണം. ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായും അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ തൗബ ചെയ്ത് മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശുദ്ധിയാക്കുന്ന ആളുകളെയും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ തൗബയല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്നാണ്. മനുഷ്യ സഹജമായി പല തെറ്റുകളും സംഭവിച്ചു എന്ന് വരാം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൽ തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും നല്ലവനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ. ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. തെറ്റ് ചെയ്യുന്നവരിലെ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് അവർ തൗബ ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയവൻ യഥാർത്ഥത്തിൽ പാപം ചെയ്യാത്തവനെ പോലെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യുന്നവന് കമൻ ഒരുത്തനെ പോലെയാണ്, ലാ ദംബ ലഹു, തെറ്റ് ചെയ്യാത്ത ഒരുത്തവനെ പോലെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും പാപം പൊറുക്കുന്നവനുമാണ്.
വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, വഹു അവൻ അല്ലദീ ഒരുത്തനാൻ യഖ്ബലു തൗബത അൻ ഇബാദിഹി തൻ്റെ അടിമയിൽ നിന്ന് അള്ളാഹു തൗബയെ സ്വീകരിക്കും, വയഅഫു അനിസ് സയ്യിആത്ത് അങ്ങനെ തൗബ സ്വീകരിച്ചവൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ്, വയഅലമു മാ തഫ്അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നിനെ അറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. എൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊരു നിരാശ നമ്മളിൽ വേണ്ട. അവൻ ഉറപ്പായിട്ടും നമ്മുടെ തൗബ സ്വീകരിക്കുന്നതാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ശരീരത്തിൻ്റെ മേൽ വല്ലാതെ ദുർവ്യയം ചെയ്യുന്ന ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അവന് പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം തീർച്ചയായും അവൻ തെറ്റുകളെ പൊറുക്കുന്നവനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് ആത്മാർത്ഥമായി നാം അള്ളാഹുവിന് തൗബ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ തൂബൂ ഇലല്ലാഹ് നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. എങ്ങനത്തെ തൗബയാണ്? തൗബത്തൻ നസൂഹ നിഷ്കളങ്കമായ തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്താൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതിക്കും നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. വയുദ്ഖിലുക്കും ജന്നാത്തൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ താഴയിലൂടെ ഒഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ. നിഷ്കളങ്കമായ തൗബയുടെ നിബന്ധനകളാണ് ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അതൊക്കെ അതിൽ നിന്നൊക്കെ നമ്മൾ പൂർണ്ണമായും മുക്തനാവണം. അതേപോലെ ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിക്കണം. അള്ളാഹുവെ ഇതേവരെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഖേദിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. അതേപോലെ തെറ്റുകളിലേക്ക് ഇനി പോവില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടാവണം. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗബ സ്വീകരിക്കുന്നതാണ്. ഇനി മനുഷ്യനായിട്ട് എന്തെങ്കിലും നമ്മൾ ഇടപാടുണ്ടെങ്കിൽ ഹക്കിടപാടുണ്ടെങ്കിൽ അതൊക്കെ അവനുമായിട്ട് നമ്മൾ തീർക്കണം. ഈ നിബന്ധനകളൊക്കെ പാലിച്ച ആത്മാർത്ഥമായി പശ്ചാത്താപിച്ചാൽ നാം ചെയ്തു പോയ ഏത് പാപവും പുറത്തു തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. മഹാനായ അബൂ മൂസ അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് അശ്അരി റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ അവൻ്റെ കരങ്ങളെ വിശാലമാക്കുന്നതാണ്. ലിയതൂബ മുസീഉൻ നഹാർ പകല് ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്യുന്നവന് അള്ളാഹു രാത്രി അവൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കുന്നതാണ്. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ പകല് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കയ്യിനെ വിശാലമാക്കുന്നതാണ്, അഥവാ അവൻ്റെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ്. ലിയതൂബ മുസീഉൽ ലൈൽ രാത്രി ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അവൻ തൗബ ചെയ്താൽ അള്ളാഹു അവനിക്ക് പകലും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന കാലം വരെ അള്ളാഹു അവനിക്ക് ഇതേപോലെ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് രാത്രിയുടെ അത്തായ സമയത്ത് തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നുകൊണ്ട് ആരാണ് തൗബ ചെയ്യുന്നവൻ, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവൻ, അവനിക്ക് ഞാനെല്ലാം പൊറുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും പറയുന്നതാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച് കുറഞ്ഞത് എല്ലാ ദിവസവും 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ നാം പതിവായി ചൊല്ലിയാൽ നമ്മുടെ മുഴുവൻ തെറ്റുകളും അള്ളാഹു പൊറുക്കുകയും നമ്മുടെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അള്ളാഹു മറയില്ലാതെ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നിറവേറ്റിത്തരുന്നതാണ്. കാരണം അള്ളാഹുവിന് ഇഷ്ടമാണ് ആ സമയങ്ങളിൽ ദുആ ചെയ്യുക എന്നുള്ളത്, ആ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. അതൊരു 100 തവണയെങ്കിലും നാം കുറഞ്ഞത് ചെയ്യണം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ തൂബൂ ഇലല്ലാഹ് നിങ്ങൾ അള്ളാഹുവിന് തൗബ ചെയ്യണം. വസ്തഗ്ഫിറു എന്നിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ
ഞാൻ എല്ലാ ദിവസവും 100 തവണ ഞാൻ ഇസ്തിഗ്ഫാർ കുറഞ്ഞത് ചൊല്ലുന്നുണ്ട് എന്ന് തേടുന്നുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.